പുരാതന ഗ്രീസിലെ ഒരുപറ്റം വലിയ ചിന്തകന്മാരായിരുന്നു സ്റ്റോയിക് ഫിലോസഫേഴ്സ്, അല്ലെങ്കിൽ സ്റ്റോയിക് ചിന്തകന്മാർ എന്ന് പറയുന്നവർ. ഗ്രീസിലെ ആഥൻസിലാണ് അവരുടെ പഠിപ്പീര് ആദ്യം ആരംഭിച്ചത്. പിന്നീട് അവർ റോമിലേക്കും യാത്ര ചെയ്ത് അവിടെയും ഈ സ്റ്റോയിക് തത്വചിന്ത പഠിപ്പിക്കുകയുണ്ടായി. സ്റ്റോയിക് ഫിലോസഫേഴ്സ് അങ്ങനെ ഗ്രീസിലും റോമിലും ഉള്ള ആളുകളെ ജീവിത വിജയം എങ്ങനെ സാധ്യമാക്കാം എന്നാണ് പഠിപ്പിച്ചത്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ് ഈ സ്റ്റോയിക് ചിന്തകന്മാർ പഠിപ്പിച്ചത്. അവരിൽ പ്രധാനികളായിരുന്നു സെനേക്ക, എപ്പിക്റ്ററ്റസ്, മാർക്കസ് ഔറേലിയസ്. ഈ 3 പേരായിരുന്നു പ്രധാനികൾ. ഇവരൊക്കെ പഠിപ്പിച്ചത് ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ്. ജീവിത വിജയത്തിൻ്റെ രഹസ്യം അവരുടെ ഭാഷയിലെ സ്വയം ഉള്ള വിശ്വാസമാണ്. ആത്മവിശ്വാസമാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ആത്മവിശ്വാസമുള്ളവരെ എല്ലാവരും അംഗീകരിക്കും, അവരെ ജീവിതത്തിൽ വിജയിക്കും എന്നർത്ഥം. എന്താണ് ആത്മവിശ്വാസം അല്ലെങ്കിൽ സ്വയമായ വിശ്വാസം? ഞാനാണെന്നും ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നനാണെന്നും എനിക്ക് ചില കഴിവുകളുണ്ടെന്നും ഞാൻ ആ കഴിവുകൾ വികസിപ്പിച്ചാലേ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാം എന്നുമാണ് ഈ സ്വയമായ വിശ്വാസത്തിൻ്റെ അർത്ഥം. നമ്മുടെ ഈ കാലഘട്ടത്തിലും ആത്മവിശ്വാസം കൊണ്ട് വിജയിച്ച ധാരാളം ആളുകളുണ്ട്. അവരിലൊരു പ്രധാനപ്പെട്ടയാണ് സാം വാൾട്ടൺ. വാൾമാർട്ട് വ്യാപാര ശൃംഖലയുടെ സ്ഥാപകനാണ് സാം വാൾട്ടൺ. അദ്ദേഹം പറയുന്നു, സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നന്നായി ജോലി ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് വിസ്മയകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് സാം വാൾട്ടൺ പറയുന്നുണ്ട്. അതുപോലെ 1906 ജപ്പാനിൽ ജനിച്ച ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു സോയിച്ചിറോ ഹോണ്ട. 2ാം ലോക മഹായുദ്ധകാലത്ത് പെട്രോളിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ജപ്പാനിലെ ആളുകളെ കൂടുതൽ ആശ്രയിച്ചത് സൈക്കിളുകളെയാണ്. ആ സൈക്കിളിലെ ഒരു ചെറിയ മെക്കാനിസം ഘടിപ്പിച്ചിട്ട് അങ്ങനെ മോട്ടോർ സൈക്കിൾ കണ്ടുപിടിക്കുകയും ഒരു വലിയ മോട്ടോർ സൈക്കിൾ കമ്പനിയായി ഹോണ്ട സ്ഥാപിക്കുകയും ചെയ്തു ഈ സോയിച്ചിറോ ഹോണ്ട. പിന്നീട് അവർ കാർ കമ്പനിയും നടത്തുകയുണ്ടായി. ഹോണ്ടയും പറയുന്നു, സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ധാരാളം തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, പക്ഷേ ആ തെറ്റുകളൊന്നും ഞാൻ ആവർത്തിച്ചിട്ടില്ല. ആ തെറ്റുകളെ ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. അതിനെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് ബിസിനസ് ലോകത്ത് വിജയിക്കാൻ സാധിച്ചു എന്നാണ് സോയിച്ചിറോ ഹോണ്ട പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ സ്വയം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണ്? ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ഭയമാണ്. ഈ ഭയത്തെ മറികടക്കണം എന്ന് സ്റ്റോയിക് ചിന്തകന്മാർ പറയുന്നു. എങ്ങനെയാണ് ഭയത്തെ മറികടക്കുക? ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഭയത്തെ മറികടക്കുന്നത് എങ്ങനെയാണ്? ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നവർ പറയുന്നു. ഒന്നാമതായിട്ട്, നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം എന്നർത്ഥം. രണ്ടാമതായിട്ട്, ഈ ലക്ഷ്യങ്ങളെ വലിയ ലക്ഷ്യങ്ങളാണെങ്കിൽ തടസ്സമുണ്ടാകുമ്പോൾ അവയെ മുറിച്ച് കുറച്ചായിട്ട് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്തതായിട്ട്, ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്ഥിരോത്സാഹം. സ്ഥിരമായി ശ്രമിക്കുക. പലപ്പോഴായി ശ്രമിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിജയിക്കും എന്ന് അവർ പറയുന്നു. അടുത്തതായിട്ട്, തെറ്റുകൾ കഴിവുള്ളിടത്തോളം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റുകളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക, തെറ്റുകളെ മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അവസാനമായിട്ട്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് തരും. ആ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയത്തെ മറികടക്കാൻ സാധിക്കും എന്ന് ഇവർ പറയുന്നു.
അങ്ങനെ ഭയത്തെ മറികടന്നുകൊണ്ട് സ്വയം വിശ്വസിച്ചുകൊണ്ട് ആത്മവിശ്വാസം വളർത്തി സ്വാഭിമാനം വളർത്തി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാമെന്നാണ് സ്റ്റോയിക്ക് ചിന്തകന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവസാനം ഓർത്തിരിക്കുക, IQ എന്നുള്ളതല്ല പ്രധാനം, ബട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ് പ്രധാനം. IQ എന്നുള്ളതല്ല പ്രധാനം, ബട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തീർച്ചയായിട്ടും നമ്മളെ മുന്നോട്ട് നയിക്കും, നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല എന്ന് സ്റ്റോയിക്ക് ഫിലോസഫേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നു.